മരിച്ചു പോകുമ്പോൾ അയാൾ നല്ലോനായിരുന്നു മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണം. നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് മറ്റുള്ളവർ കൊടുക്കുക, എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കൊടുക്കുക. ഇത് വെറും വാക്കിൽ മാത്രമല്ല കേട്ടോ, പ്രവർത്തനത്തിലും ഉണ്ട്. മണിയേട്ടൻ വലിയൊരു ബിസിനസ്സുകാരനാണ്, ഒരുപാട് ബിസിനസ് സംവിധാനം ഉണ്ട്. അതിലുപരി ഒരുപാട് പാവങ്ങളുടെ അത്താണിയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ ഗ്രീൻ ടേബിൾ എന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് ഈ ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ്. അതൊരു വല്ലാത്തൊരു ധൈര്യം തന്നെയാണ്. ചില റയറായിട്ട് പല റെസ്റ്റോറൻറ്റുകളും ഉണ്ട് എങ്കിലും ആരും അങ്ങനെ കാണിക്കാറില്ല. ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത ഇതിങ്ങനെ കണ്ടതിൻ്റെ വൃത്തിയൊക്കെ കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏതായാലും ചെറിയ കുറച്ച് വിശേഷങ്ങളാണ്. 6ാം ക്ലാസ് വരെ മാത്രമേ മണിയേട്ടൻ പഠിച്ചുള്ളൂ. തൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. കാരണം എൻ്റെ പ്രേക്ഷകർക്ക് പരിചയമില്ലാത്ത ആളുകൾക്ക് മണിയേട്ടന് ഒരുപാട് പേർക്ക് അറിയാം. സത്യത്തിൽ മണിയേട്ടൻ ഇവിടെ അല്ല, അദ്ദേഹത്തിൻ്റെ സേവനം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഒരുപാട് ബിസിനസ് ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടം എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ ഓണറാണ്. ഇനിയിപ്പോൾ പല സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റും വ്യത്യസ്ത ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിലേ ഏറ്റവും സ്നേഹം എന്താ പറയുക, പിന്നെ പ്രിയ സുഹൃത്ത് കൂടെ ഉണ്ട് കേട്ടോ, നാസർതോതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് വലിയ ഇഷ്ടം കേട്ടോ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് മണിയേട്ടൻ്റെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരണം. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു 30,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ? എന്ത് ധൈര്യത്തിൽ നിങ്ങളിത് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ഈ പെരിന്തൽമണ്ണ നല്ല പൊട്ടൻഷ്യൽ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്താ പറയുക, 30,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കുറേ ആളുകൾ നമ്മളോട് ചോദിച്ചതാ, പെരിന്തൽമണ്ണ തുടങ്ങുമ്പോൾ ഇത്രയും വലിയ റെസ്റ്റോറൻറ്റ്. നമുക്കറിയാം, പെരിന്തൽമണ്ണക്കാർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ, പെരിന്തൽമണ്ണക്കാർക്ക് നല്ല, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്താൽ ആളുകൾ വരുന്നില്ല. അതാണല്ലോ ഏറ്റവും സംഭവം. നല്ല വൃത്തിയിൽ നല്ല ഭക്ഷണം കൊടുക്കുക, അപ്പോൾ ആളുകൾ വരും. അങ്ങനെ ഒരു കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഭക്ഷണം ഏറെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രുചി. കാരണം ഞാൻ ഇപ്പോൾ കഴിച്ചത് ആ അപ്പം, അതിലേക്ക് ഫിഷ് മാംഗോ കറി, അതേപോലെ തന്നെ ആവോലിയുടെ തവ ഫ്രൈ, ഒരു കിടിലൻ കോമ്പിനേഷനാണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള. പിന്നെ ഞങ്ങൾ ഹാപ്പി എന്താ പറയുക, ഫാമിലിയൊക്കെ വലിയ ഇഷ്ടമായി. ആ കിച്ചണൊക്കെ കണ്ട് അതൊരു ധൈര്യം തന്നെ കേട്ടോ. വളരെ കേരളത്തിൽ കുറഞ്ഞ റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഓപ്പൺ കിച്ചണൊക്കെ ഉള്ളൂ. അതുണ്ട്, അതാണ് ഏറ്റവും വലിയ നമ്മളൊരു ഇത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കിച്ചൺ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതൊരു വലിയ സുഖമാണ് ആളുകൾക്ക്. ചില എല്ലായിടത്തും ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ഈ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ആ മൊബൈലൊക്കെ അവിടെ വെച്ച് ആ കിച്ചണിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ സ്ക്രീനിൽ വേണ്ട ഡിഷുകൾ കാണും. പിന്നെ കിച്ചണിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഓർക്ക് ഭയങ്കര രസമാണ്. നല്ല ടീം വർക്ക് ഉണ്ടല്ലോ ഇവിടെ. നല്ല ടീം വർക്ക്. ഷാജിയാണ് ഷെഫ്, ഷാജിയാണ്. പിന്നെ ഇർഫാൻ, പിന്നെ സനാഫ്, പിന്നെ ഷെരീഫ്, ബാബു എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ചാണ്. നല്ല ടീം വർക്കാണ്, നല്ല അടിപൊളി കൂട്ടുകെട്ടാണ്. ഞങ്ങൾ ബാംഗ്ലൂർ മുതൽ ഒരുമിച്ചുണ്ട്. അപ്പൊ നല്ല ഇനിയും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. എറണാകുളത്ത് നമ്മൾ പണി തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകുക. അപ്പൊ നമ്മളിങ്ങനെ പോകും. പിന്നെ നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് മറ്റുള്ളവർ കൊടുക്കുക, എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ വന്നുകൊണ്ട് അങ്ങനെ വന്നല്ലേ. മണിയേട്ടൻ എനിക്ക് തോന്നുന്നു അസർബായി 6ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. പക്ഷേ വലിയ ദൈവാനുഗ്രഹം, കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഈ ഒരു വലിയ ബിസിനസ്. എത്ര സ്റ്റാഫ് ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ കയ്യിൽ? എത്ര ആൾക്ക് നിങ്ങളെ തണല് കൊടുക്കുന്നുണ്ട്? നമുക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, ഒരുപാടുണ്ട്. ബാംഗ്ലൂർ ആയാലും പല ഭാഗങ്ങളിലായിട്ട് പലതായിട്ട് സ്റ്റാഫ്. നാസർ ഭായി, നിങ്ങളിപ്പോ ഒരു ഇവിടെ ഒരു വലങ്കയായിട്ടുണ്ട് പല സ്ഥലം. നാസർ ഭായി ഒരു വലിയൊരു കാരണ പ്രവർത്തനം കേട്ടാ. എന്താ മണിയേട്ടനെ കുറിച്ചുള്ള? മണിയേട്ടനെ കുറിച്ചിട്ട് എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ അത്ര ഇതാണ്. കാരണം ഇപ്പം എനിക്കറിയുന്നതിന് ഇപ്പോൾ 10 വർഷത്തോളം ശേഷം ഞങ്ങൾ ഒരുമിച്ചുണ്ട്. പിന്നെ ഒരുപാട് കണ്ണാത്ത കുട്ടികളെ, അല്ല കണ്ണാത്ത ആൾക്കാരെ, ഒരുപാട് കുട്ടികളെ, ഒരുപാട് അത് പറയാൻ ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരെ കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ട്. അത് നേരിട്ടിട്ട് എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ലാസ്റ്റ് ഇപ്പം എന്നെ വിളിച്ചത്, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. കോട്ടക്കല് ആ ഒരു ഉപ്പ അരക്ക് താഴെ തളർന്ന, പിന്നെ അവന് ഉമ്മ ഉണ്ടാക്കുന്ന സാധനം അപ്പം മണിയേട്ടൻ ചോദിച്ചു നമ്മളെന്താ ചെയ്യേണ്ടതുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് സ്ഥലമുണ്ട്, വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് മണിയേട്ടൻ ചോദിച്ചു ഇത് ആരോട് പറയണ്ട എന്നോട് പറഞ്ഞാണ്. പക്ഷെ വലിയ സന്തോഷമായി. ഏതായാലും ഇവിടെ എത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മണിയേട്ടൻ ചെയ്യുന്നത് കുറേ വർഷം തന്നെ മുന്നേ ചെയ്യൽ തുടങ്ങിക്കണം. ഇപ്പോഴും ആൾക്കാർക്ക് അതിന് 5% കൂടി അറിയില്ല. സത്യം അതാണ്. അത് അങ്ങനെ ഒരു ഇതാണ്. അത് പഠിക്കാൻ പറ്റില്ലല്ലോ. കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരുപാട് കുട്ടികളെ പല ഇതുണ്ട്. അത് താല്പര്യം, വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യം. അതെന്തുകൊണ്ടാ വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യം? പാവപ്പെട്ടവർക്ക് മാഷെന്ന് വിളിക്കുമ്പോൾ എന്തൊരു സുഖം ഉണ്ടെന്ന് അറിയാം. അപ്പൊ നിങ്ങളാ വാശി ഇമല തീർക്കണത് അല്ല, അന്ന് കിട്ടാത്ത എഡ്യൂക്കേഷൻ കിട്ടാത്ത വാശി എന്നല്ല. നമ്മൾ എന്താ പറയുക, നമുക്ക് കിട്ടാത്ത ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടട്ടെ, ആരും ബുദ്ധിമുട്ടരുത്. നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് എന്താണ് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഫുഡ് എങ്ങനെയുണ്ട്?
വേറെ ലെവലാണ്. എന്താ ഓർഡർ ചെയ്തത്? ഫിഷ് മാംഗോ കറി, പിന്നെ നമ്മളെ ആവോലി തവ ഫ്രൈ, രണ്ടും കിടിലെന്ന് പറയാൻ കിടില.